الحمد لله نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار فيا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികൾ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അതിലൂടെ ദുനിയാവിലും ആഖിറത്തിലും സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയും ചെയ്യണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിഞ്ഞുകൊണ്ട്, അവനെ മനസ്സിലാക്കിക്കൊണ്ട്, അവനെ പഠിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും അത് പഠിക്കുകയും ചെയ്യണമെന്ന് നമ്മളോട് പറയുകയാണ്. നാം ഓരോരുത്തരും അള്ളാഹുവിനെ അംഗീകരിക്കുകയും അള്ളാഹുവിനെ വിശ്വസിക്കുകയും ചെയ്തവരാണ്. എന്നാൽ മുസ്ലിമീങ്ങളിൽ തന്നെ ഇസ്ലാമിൻ്റെ പേര് പറഞ്ഞ് അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത, അള്ളാഹുവിനെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിന് വികലമായ ചിന്തകളും വികലമായ രീതികളുമാണ് ഉണ്ടാകുന്നത്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, നിങ്ങൾ അല്ലാഹുവിനെ എങ്ങനെയാണോ സൂക്ഷിക്കേണ്ടത്, തഖ്വ ചെയ്യേണ്ടത്, അതുപോലെ നിങ്ങൾ അവനെ സൂക്ഷിക്കണം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുകയും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, ഇങ്ങനെ ഒരുപാട് ആയത്തുകൾ അല്ലാഹു തആല പറയുന്നുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിക്കാൻ, അല്ലാഹുവിനെ അനുസരിക്കാൻ, അല്ലാഹുവിനെ മനസ്സിലാക്കാൻ. ഇവിടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, അല്ലാഹുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങളും ഒരുപാട് അനാചാരങ്ങളും ആചാരങ്ങളും നടക്കുന്നുണ്ട്. മനുഷ്യരിൽപ്പെട്ട ആളുകളെ തന്നെ അള്ളാഹുവിനോട് ചേർത്തുകൊണ്ട്
അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങളെ അവരിലേക്ക് അടിച്ചേൽപ്പിച്ച് അള്ളാഹുവിന് മാത്രമുള്ള സിഫത്തുകളെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരിൽ പറഞ്ഞ് അള്ളാഹുവിനെ പോലെ തന്നെ കാണാൻ ചില ആളുകൾ തയ്യാറെടുക്കുന്നു. അവർ അതിന് ധൈര്യം കാണിക്കുന്നു. എന്തുകൊണ്ട്? ഉടമസ്ഥനായ അള്ളാഹുവിനെ അവർ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒരിക്കലും ഇതുപോലെ അള്ളാഹു അല്ലാത്ത വ്യക്തികളിലേക്ക് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ ചാർത്തുമായിരുന്നില്ല. അതേപോലെ തന്നെ അള്ളാഹുവിന് മാത്രം ഉണ്ടാകേണ്ട കഴിവുകൾ, ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ വ്യക്തികളായ മനുഷ്യർക്ക് കൊടുത്തുകൊണ്ട് ആ മനുഷ്യരെ അള്ളാഹുവിന് തുല്യമായിട്ട് കാണുമായിരുന്നില്ല. അള്ളാഹുവിനെ അംഗീകരിക്കേണ്ടതുപോലെ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അള്ളാഹു തആല പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. ഞാനല്ലാതെ വേറൊരു ഇലാഹില്ല, പടച്ചോൻ ഞാൻ മാത്രമാണ്. അല്ലാഹു പറയാ. പക്ഷെ നമ്മിൽപ്പെട്ട ഷിയാക്കൾ, മനുഷ്യരിൽപ്പെട്ട ഷിയാക്കൾ ഇസ്ലാമിന്റെ പേര് പറഞ്ഞ്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അള്ളാഹു അല്ലാത്ത വേറെ വ്യക്തികളെ പടച്ചോനാക്കി രംഗത്ത് കൊണ്ടുവരുമ്പോൾ ഉടമസ്ഥനായ അള്ളാഹു തആല പറയുകയാണ്, ഞാനല്ലാതെ വേറൊരു പടച്ചോനില്ല എന്ന്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്? അവർക്ക് അള്ളാഹിനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല, അള്ളാഹിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയിട്ടില്ല. അവർ വിചാരിക്കുന്നത് അള്ളാഹ് എന്ന് പറയുന്നത് അതൊരു ശക്തിയാണ്. ആ അള്ളാഹ്ക്ക് കൂടെ വേറെ കുറെ ആൾക്കാരെ വേണം, ആ അള്ളാഹിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയ്ക്ക് കുറെ ആളുകൾ വേണം. ഇങ്ങനെയൊക്കെ വികലമായ ചിന്തകളും വിശ്വാസങ്ങളും വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അള്ളാഹ് പറയുന്നു, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ വേറൊരു ഇലാഹില്ല. ഫഅബ്ദുനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുവിൻ, നിങ്ങൾ എന്നെ മാത്രം അംഗീകരിക്കുവിൻ. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇവരൊക്കെയും ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് മാത്രമാണ് ജനങ്ങളെ പ്രബോധനം ചെയ്തതും അവർ ദീനിനെ പ്രചരിപ്പിച്ചതും. അല്ലാഹ് മാത്രമേ ഉള്ളൂ, അല്ലാഹ് മാത്രമേ ഉള്ളൂ, അല്ലാഹ് മാത്രമേ ഉള്ളൂ. അള്ളാഹു മാത്രമേ എല്ലാറ്റിനും കഴിവുള്ളവനായിട്ടുള്ളൂ. അള്ളാഹ്ക്ക് മാത്രമേ സൃഷ്ടിക്കാനുള്ള കഴിവുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ മരിപ്പിക്കാനുള്ള കഴിവുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ജീവൻ നൽകാനുള്ള കഴിവുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ആരോഗ്യം തരാനുള്ള കഴിവുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ വായു ശ്വസിപ്പിക്കാനുള്ള കഴിവുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ മഴ പെയ്യിപ്പിക്കാനുള്ള കഴിവുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഭക്ഷണം റിസ്ക് തരാനുള്ള കഴിവുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ജീവജാലങ്ങളെ മുഴുവനും നിയന്ത്രിക്കാനുള്ള കഴിവുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ ഈ പ്രപഞ്ചത്തെ മുഴുവനും നിയന്ത്രിക്കാനുള്ള കഴിവുള്ളൂ. അള്ളാഹ്ക്കല്ലാതെ വേറൊരു വ്യക്തികൾക്കോ വേറൊരു ശക്തിക്കോ വേറൊരു വസ്തുവിനോ ഒരു കഴിവുമില്ല അല്ലാഹു തആല അവർക്ക് കൊടുത്തിട്ടല്ലാതെ. ഇതല്ലേ യഥാർത്ഥ വിശ്വാസം? ഇതല്ലേ യഥാർത്ഥ തൗഹീദ്? ഇതല്ലേ യഥാർത്ഥത്തിൽ ഓരോ മനുഷ്യനും അംഗീകരിക്കേണ്ടത്? പക്ഷേ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല അവർ. അള്ളാഹുവിന് പുറമെ പടച്ചോനാണെന്ന് പറയുന്ന ആളുകൾ, അല്ലാഹയല്ലാതെ വേറൊരു പടച്ചോൻ ഉണ്ടാവണമെങ്കിൽ, അല്ലാഹയല്ലാതെ വേറൊരു ആരാധിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് അതിന് അർഹതയുണ്ടെങ്കിൽ ചില സിഫത്തുകൾ, ചില ഗുണങ്ങൾ, അള്ളാഹുവിന് മാത്രമുള്ള ചില ഗുണങ്ങൾ, അള്ളാഹ്ക്ക് മാത്രമുള്ള ചില സിഫത്തുകൾ, അത് ഈ പറയപ്പെടുന്ന വ്യക്തികൾക്കും ഉണ്ടാകണം. എങ്കിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ നമുക്ക് പറയാം. ഒന്നാമത്തത്, ഉടമസ്ഥനായ അള്ളാഹുവിന് മാത്രമുള്ള ഗുണങ്ങൾ, ഉടമസ്ഥനായ അള്ളാഹുവിന് മാത്രമുള്ള ഒരു കഴിവ്. അവൻ ലോകം മുഴുവനും അതിലുള്ള മുഴുവൻ സൃഷ്ടികളെയും സൃഷ്ടിച്ചവനാണ് അവൻ. ഒന്നാമത്തെ കഴിവ്. ഒരാളെ നമ്മൾ ആരാധിക്കുമ്പോൾ, ഒരാളോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരാളുടെ മുന്നിൽ നമ്മളുടെ തല കുനിച്ച് നമ്മളുടെ പരാതികളും നമ്മുടെ അപരാധികളും നമ്മുടെ സങ്കടങ്ങളും പറയുമ്പോൾ അയാൾക്കുണ്ടാകേണ്ടുന്ന ഒന്നാമത്തെ ഗുണം എന്താണ്? അർഹത എന്താണ്? അയാളായിരിക്കണം ഈ ലോകത്തെയും ലോകത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ. അതാരാണ്? അത് CM എന്ന് പറയുന്ന പടച്ചോനിക്ക് പറ്റുമോ? അതല്ല വേറെ ആരെങ്കിലും ആരാധിക്കുന്ന ജാറങ്ങളിലേക്കോ മഹത്തുക്കൾക്കോ വ്യക്തികൾക്കോ ഔലിയാക്കൾക്കോ മഹാന്മാർക്കോ ഇവരാരെങ്കിലും ഏതെങ്കിലും ഒരു ഈച്ചയെ പോലെ സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന്
തെളിയിച്ചു കൊണ്ടുവരണം. എങ്കിൽ അവർ പഠിച്ചവരാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ? അല്ലാഹു തആല എന്താ പറഞ്ഞത്? ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി, സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു തആല എന്താ പറഞ്ഞ? നിങ്ങൾ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ലൻ യഖ്ലുഖൂ ദുബാബ, അവർ ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുന്നില്ല. ഒരാളെ നമ്മൾ ആരാധിക്കുമ്പോൾ അയാൾക്ക് ആ ആരാധന കിട്ടാൻ അർഹതയുള്ളത്, അതിലൊന്നാമത്തെ അർഹത എന്താണ്? യോഗ്യത എന്താണ്? അവനായിരിക്കണം ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചവൻ, അവനായിരിക്കണം ഈ ലോകത്തെ മുഴുവനും പടച്ചവൻ, അയാളായിരിക്കണം ഈ ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും ജീവൻ നൽകിയവൻ. അത് പരിശോധിച്ചു നോക്കുമ്പോൾ അല്ലാഹു അല്ലാതെ വേറെ ആരെയും നമുക്ക് കാണിച്ചു തരാൻ സാധിക്കുകയില്ല അല്ലേ? അല്ലാഹു എന്താ ചെയ്തു? ഫാത്തിറുസ് സമാവാതി വൽ അർദ്, ആകാശത്തെയും ഭൂമിയെയും മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാകുന്നു അല്ലാഹ്. ആർക്ക് പറ്റും അത്? ഇനി അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച ഒരു ജീവി, ഒരു കൊതുക്, ആ കൊതുകിനെ നമ്മൾ അടിച്ചു കൊന്നു. അങ്ങനെ ചത്തുകിടക്കുന്ന കൊതുകിന് വീണ്ടും ജീവൻ കൊടുക്കാൻ ഈ പറയപ്പെടുന്ന ഏതെങ്കിലും ദൈവങ്ങൾക്കോ ഏതെങ്കിലും ഔലിയാക്കൾക്കോ ഏതെങ്കിലും പടച്ചോനിക്കോ സാധിക്കുമോ? അല്ലാഹ്ക്കല്ലാതെ ഇവര് പറയുന്ന ആർക്കും സാധിക്കുകയില്ല. കാരണം അല്ലാഹ്ക്ക് മാത്രമേ സൃഷ്ടിക്കാനുള്ള കഴിവുള്ളൂ. മനുഷ്യരെ സൃഷ്ടിച്ചവൻ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ, പറവകളെ സൃഷ്ടിച്ചവൻ, മൃഗങ്ങളെ സൃഷ്ടിച്ചവൻ, ഏജന്തുക്കളെ സൃഷ്ടിച്ചവൻ, മത്സ്യങ്ങളെ സൃഷ്ടിച്ചവൻ, സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ, ഭൂമിക്കടിയിൽ ജീവിക്കുന്ന ജീവികളെ സൃഷ്ടിച്ചവൻ, ഭൂമിയുടെ തൊലിപ്പുറത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളെ സൃഷ്ടിച്ചവൻ, സസ്യലതാദികളെ മുളപ്പിക്കുന്നവൻ, ഇത് മുഴുവനും അല്ലാഹു മാത്രമാണ്. വേറെ ആർക്കും അതിന് കഴിവില്ല. അല്ലദീ അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ. അല്ലാഹു തആല പറഞ്ഞു, അവൻ ആരാണ്? അഹ്സന കുല്ല ഷൈഇൻ ഖലഖഹു, എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടിപ്പിനെ ഏറ്റവും നല്ല രീതിയിൽ സൃഷ്ടിച്ചവനാകുന്നു അവൻ. ആര്? അല്ലാഹ്. മനുഷ്യനെ ഏറ്റവും നല്ല ഭംഗിയിൽ സൃഷ്ടിച്ചവൻ, പക്ഷികളെ ഏറ്റവും നല്ല ഭംഗിയിൽ സൃഷ്ടിച്ചവൻ, മൃഗങ്ങളെ ഏറ്റവും നല്ല ഭംഗിയിൽ സൃഷ്ടിച്ചവൻ, ഈ ഭൂമിയെ, ഈ പ്രകൃതിയെ ഏറ്റവും നല്ല മനോഹരമായ രീതിയിൽ സംവിധാനിച്ചവൻ അത് അല്ലാഹു മാത്രമാണ്. അല്ലാഹ്ക്കല്ലാതെ വേറെ ആർക്കും അതിന് സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കളിമണ്ണ് കൊണ്ട് തുടങ്ങിയിരിക്കുന്നു എന്ന് അല്ലേ? സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകുൻ ഷൈഅൻ മദ്കൂറ. ഇത്ര അധികാരത്തോടെ, ഇത്ര അഭിമാനത്തോടെ ഈ ഭൂമിയിൽ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ഏത് ദൈവത്തിനാണ് പറയാൻ സാധിക്കുക? അല്ലാഹു ചോദിക്കാൻ, ഹൽ അതാ അലൽ ഇൻസാൻ, മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? മനുഷ്യന് വന്നു പോയിട്ടില്ലേ? ഹീനും മിനദ് ദഹർ, ഒരു കാലം മനുഷ്യന് കഴിഞ്ഞു പോയിട്ടില്ലേ? ലം യകുൻ ഷൈഅൻ മദ്കൂറ, അവൻ എന്താണെന്ന് പറയപ്പെടാൻ പോലും പറ്റാത്ത ഒരവസ്ഥ കഴിഞ്ഞു പോയിട്ടില്ലേ? അതെ, നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നാം ഒരു ബീജത്തുള്ളിയായിട്ട് നിക്ഷേപിക്കപ്പെടുന്നതിനു മുമ്പ് നമ്മൾ ആരായിരുന്നു? ഇന്ന് നമ്മൾ മുഹമ്മദാണ്, അബൂബക്കറാണ്, അബ്ദുള്ളയാണ്, ഉസ്മാനാണ്. നമ്മൾ ഇന്ന് ആരൊക്കെയാണ്? നമ്മൾ ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിയാണ്, നമ്മൾ ഇന്ന് പള്ളി പ്രസിഡന്റാണ്, നമ്മൾ ഇന്ന് വാർഡ് മെമ്പറാണ്, ഇന്ന് ആരൊക്കെയാണ്, അഡ്രസ് ഉണ്ട്. അല്ലാഹു തആല നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ബീജത്തുള്ളിയായിട്ട് നമ്മളെ നിക്ഷേപിക്കുന്നതിന് മുമ്പ് നമ്മൾ ആരായിരുന്നു? അല്ലാഹു ചോദിക്കുകയാണ്, അങ്ങനെ ഒന്നുമല്ലാതിരുന്ന നിങ്ങളെ ഈ കോലത്തിലേക്ക് നാം ആക്കിയില്ലേ? അല്ലാഹു ചോദിക്കാം. ഇതാർക്ക് ചോദിക്കാൻ പറ്റും? ഇത് അല്ലാഹ്ക്കല്ലാതെ വേറെ ആർക്കാണ് പറയാൻ പറ്റുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസുകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളുണ്ട് ഈ ഭൂമി ലോകത്ത്. അല്ലാഹുവിന്റെ സൃഷ്ടികൾ, അതിൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, അതേപോലെ തന്നെ മറ്റു ജീവജാലങ്ങളുണ്ട്. അതിൽ പറക്കുന്നവയുണ്ട്, പറക്കാത്തവയുണ്ട്, ഭൂമിയുടെ മണ്ണിനുള്ളിൽ ജീവിക്കുന്നവയുണ്ട്, ഭൂമിക്ക് പുറത്ത് ജീവിക്കുന്നവയുണ്ട്, സമുദ്രത്തിൽ ജീവിക്കുന്നവയുണ്ട്, സമുദ്രത്തിന്റെ ആഴിയിൽ ജീവിക്കുന്നവയുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള വർഗങ്ങളാക്കി, ജിൻസുകളാക്കി അല്ലാഹു തആല കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളെ സൃഷ്ടിച്ചു വിട്ടിട്ടുണ്ട്. അതിലേറ്റവും നല്ല സൃഷ്ടി മനുഷ്യനാണെന്ന് ആ സൃഷ്ടാവ് തന്നെ പഠിപ്പിച്ചു തരികയാണ്.
എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. നാം മനുഷ്യനെ തെറിക്കുന്ന ഒരു തരം തുള്ളിയിൽ നിന്ന് നാം അവനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് നാം അവൻക്ക് കേൾക്കാനും കാണാനുമുള്ള ചെവിയും കാതുകളും കണ്ണുകളും അവർക്ക് നാം നൽകിയിരിക്കുകയാണ്. ഇത്ര അധികാരത്തോടെ ആർക്കാ പറയാൻ പറ്റുക? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അല്ലാഹു ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഖലഖൽ മൗത, അവൻ മരണത്തെ സൃഷ്ടിച്ചവനാണവൻ. വൽ ഹയാത, ജീവിതത്തെ സംവിധാനിച്ചവനാണവൻ. ലിയബ്ലുവകും, നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടി. അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി. ഏത് പടച്ചോനക്ക് ഇങ്ങനെ പറയാൻ പറ്റുക? ഇപ്പൊ കുറെ പടച്ചോനുണ്ടാക്കി വിടുന്നുണ്ടല്ലോ മനുഷ്യർ, പ്രത്യേകിച്ചും ഷിയാക്കൾ. അല്ലാഹുക്കല്ലാതെ ആർക്ക് പറയാൻ പറ്റും ഇത്ര അധികാരത്തിൽ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനുഷ്യനെ നാം ഏറ്റവും നല്ല ഘടനയിൽ, ഏറ്റവും നല്ല രൂപത്തിൽ മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുകയാണ് അല്ലാഹു പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, റസൂൽ പറയുകയാണ്, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ നുത്ഫ ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك ثم يرسل الله إليه الملك فينفخ فيه الروح ويؤمر بأربع كلمات. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വിശദമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങളെ ഓരോരുത്തരുടെയും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അല്ലാഹു തആല ആദ്യത്തെ 40 ദിവസം ഒരു ബീജത്തുള്ളിയായിട്ട് നിങ്ങളെ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ 40 ദിവസമാകുമ്പോഴേക്കും അതൊരു രക്തക്കട്ടയായിട്ട് മാറും. വീണ്ടും ഒരു 40 കഴിയുമ്പോഴേക്കും അതൊരു ഇറച്ചി കഷ്ണമായിട്ട് മാറും. എന്നിട്ട് അല്ലാഹു തആല മനുഷ്യന്റെ അസ്ഥികൂടം ഉണ്ടാക്കും. എന്നിട്ട് ഈ അസ്ഥികൂടത്തെ ഈ മാംസങ്ങൾ കൊണ്ട് പൊതിയും. അപ്പോഴേക്കും 4 മാസം പൂർത്തിയാകും. ഒരു മനുഷ്യന്റെ കോലം ഓരോ സ്ത്രീയുടെയും ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അല്ലാഹു തആല രൂപപ്പെടുത്തുകയാണ്. എന്നിട്ട് 4 മാസം ആകുമ്പോഴേക്കും ഒരു മലക്കിനെ ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് അല്ലാഹു തആല നിയോഗിക്കും. എന്നിട്ട് ഫയൻഫഖു ഫീഹി റൂഹ്, ആ റൂഹ്, ആ മലക്ക് ആ മനുഷ്യന്റെ ആ ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന് ജീവൻ കൊടുക്കും. റൂഹിനെ ഊതും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം. അല്ലാഹു കൊടുത്താലേ പറ്റുള്ളൂ. അല്ലാഹുവിന്റെ അനുവാദ പ്രകാരം റൂഹിനെ ഊതും. വയുഅ്മറു ബിഅർബഇ കലിമാത്തിൻ, എന്നിട്ട് ആ ഗർഭപാത്രത്തിൽ നിന്ന് തന്നെ ഓരോ മനുഷ്യന്റെയും 4ാമത്തെ മാസം ഉമ്മയുടെ ഗർഭപാത്രത്തിലെത്തിയ മനുഷ്യനെ, ആ മനുഷ്യ കുഞ്ഞിന്റെ അവൻ ജനിച്ച് മരണം വരെയുള്ള അവന്റെ ജീവിതം മുഴുവനുമുള്ള കാര്യങ്ങൾ ഈ 4ാമത്തെ മാസത്തിൽ ഗർഭപാത്രത്തിൽ അല്ലാഹു തആല തീരുമാനിക്കുകയാണ്. വയുഅ്മറു ബിഅർബഇ കലിമാത്തിൻ, അതിലൊന്നാമത്തേത് ബികത്ബി റിസ്ഖിഹി, അവന്റെ റിസ്ക്, അവന്റെ ജീവിതം, അവന്റെ ഭക്ഷണം, അവന്റെ വസ്ത്രം, അവന്റെ പാർപ്പിടം, അവൻക്ക് ജീവിക്കാൻ ആവശ്യമായ സംവിധാനം എന്തൊക്കെയാണ് എന്ന് 4ാമത്തെ മാസത്തിൽ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് അല്ലാഹു തആല. വഅമലിഹി വഅജലിഹി വശഖിയ്യുൻ ഔ സഈദ്, അവന്റെ കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന്, അവൻ എത്ര കാലം ഈ ഭൂമിയിൽ ജീവിക്കുമെന്ന്, ഇവൻ ഭാഗ്യവാനാണോ നിർഭാഗ്യവാനാണോ, അവൻ തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണോ, അതല്ല ശിർക്കിലും ബിദ്അത്തിലും അനാചാരങ്ങളിലും ഒക്കെയായിട്ട് നശിച്ച് അടയാനുള്ളതാണോ എന്നും 4ാമത്തെ മാസത്തിൽ അല്ലാഹു തആല രേഖപ്പെടുത്തി വെക്കും. ആർക്ക് പറ്റും ഇത്ര അധികാരത്തിൽ പറയാൻ? ആർക്ക് പറ്റും ഇത്ര അധികാരത്തിൽ സംസാരിക്കാൻ? അല്ലാഹുവിനെ കുറിച്ചല്ലാതെ. മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് ഇനി ഓരോന്ന് എടുത്തു നോക്കിയേ. പറഞ്ഞാലും തീരൂല. എത്ര പറഞ്ഞാലും തീരൂല അല്ലാഹുവിനെ സംബന്ധിച്ച്. മനുഷ്യന്റെ കണ്ണുകളെ സംബന്ധിച്ച്, മനുഷ്യന്റെ ചെവികളെ സംബന്ധിച്ച്, മനുഷ്യന്റെ നാവിനെ സംബന്ധിച്ച് അല്ലേ? അല്ലാഹു തആല പറഞ്ഞില്ലേ, അവൻക്ക് നാം നാവിനെ ഉണ്ടാക്കി കൊടുത്തു, 2 കണ്ണുകളെയും 2 ചുണ്ടുകളെയും അവൻക്ക് നാം കൊടുത്തു. ഓരോ അവയവങ്ങളെ സംബന്ധിച്ചും അല്ലാഹു തആല സംസാരിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന് നമുക്ക് കണ്ണിന് രോഗം വന്നാൽ നമ്മൾ ആരെ കാണിക്കുക? കണ്ണിന്റെ ഡോക്ടറെ. ചെവിക്ക് പ്രശ്നം വന്നാലോ അതിന് സ്പെഷ്യലായി ENT ഉണ്ട്. ഇനി വയറിനാണെങ്കിലോ അതിന് വേറെ സ്പെഷ്യൽ ഉണ്ട്. ഇനി നമ്മുടെ എല്ലുകൾക്കാണെങ്കിലോ അതിന് വേറെ സ്പെഷ്യൽ ഉണ്ട്. ഇത് പറയുന്നതൊക്കെയും ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള അവയവങ്ങളെ കുറിച്ച് അല്ലേ?
കണ്ണുകളെ കുറിച്ച് പഠിക്കാൻ പ്രത്യേക വിഭാഗം, അതും 5-10 വർഷം പഠിക്കണം. കണ്ണുകളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചും കണ്ണുകളുടെ രോഗത്തെ സംബന്ധിച്ചും പഠിക്കാൻ. അപ്പൊ ആരാ വലുത്? അല്ലാഹു തആല സൃഷ്ടിച്ച കോടിക്കണക്കിന് വരുന്ന സൃഷ്ടികളിൽ ഒരു സൃഷ്ടി, അത് മനുഷ്യൻ. ആ മനുഷ്യന്റെ ആയിരക്കണക്കിന് വരുന്ന അവയവങ്ങൾ, ഉള്ളിലും പുറത്തുമായിട്ട് നൂറുകണക്കിന് വരുന്ന അവയവങ്ങൾ. ഈ അവയവങ്ങളിലെ ഒരു അവയവം കണ്ണ്. ആ കണ്ണിനെ കുറിച്ച് പഠിക്കാൻ പ്രത്യേകം ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകം വർഷങ്ങൾ, പ്രത്യേകം ഹോസ്പിറ്റലുകൾ, പ്രത്യേകം വിഭാഗം ആളുകൾ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ മനുഷ്യനെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആ അല്ലാഹു എത്ര കഴിവുള്ളവനാണ്. നമ്മൾ സാധാരണ ഭൂമിയിൽ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ ഒരു നല്ലൊരു കാറ്, ഒരു എഞ്ചിനീയർ നല്ലൊരു കാറ് മോഡിഫൈ ചെയ്തിട്ട് അതിനെ പുറത്തിറക്കി. എല്ലാവരും പറയും ഇതിന്റെ എഞ്ചിനീയർ ഭയങ്കര എഞ്ചിനീയർ തന്നെ, ഇയാൾ ഭയങ്കര സംവിധാനത്തിൽ തന്നെയാണ് ഈ കാറിനെ ഇറക്കിയിരിക്കുന്നത്, ഭയങ്കര ബുദ്ധി തന്നെ അയാൾക്ക്, അങ്ങനെ പറയൂലേ. ഇപ്പൊ നല്ലൊരു വീടുണ്ടാക്കിയൊരു എഞ്ചിനീയർ, സാധാരണക്കാർ കാണുമ്പോൾ ചോദിക്കൂലേ എത്ര നല്ല മനോഹരമായ വീടാണ്. ഉള്ളിലേക്ക് കയറി വെക്കുമ്പോഴത്തേക്കോ നല്ല സംവിധാനങ്ങൾ, ഇതാരാ എഞ്ചിനീയർ ചോദിക്കൂലേ. എഞ്ചിനീയർ നല്ല എഞ്ചിനീയറാണ്, നല്ല ബുദ്ധിയുണ്ട് ഇയാൾക്ക്, നല്ല പ്ലാൻ ഉണ്ട് ഇയാൾക്ക്, അത്ര നല്ല സംവിധാനത്തിലാണ് ഈ വീടിനെ അയാൾ നിർമ്മിച്ചിരിക്കുന്നത് എന്ന്. നല്ല കാറ്റും വെളിച്ചവും ഒക്കെ പോവുകയും വരികയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത് പറയാറില്ലേ. അപ്പൊ പിന്നെ ഇനിയും മനുഷ്യന്റെ അവയവങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ടും തീരാത്ത അവയവങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലുണ്ട് എന്നാണ്. മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചിട്ട് ഇതുവരെ ശാസ്ത്രലോകം എവിടെയും എത്തിയിട്ടില്ല. മനുഷ്യന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ കുറിച്ച് ഓരോന്നിനെ കുറിച്ചും സെർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, ശാസ്ത്രജ്ഞന്മാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചിട്ട് എവിടെയും ഒരു വെത്തുമെടുത്തും കിട്ടുന്നില്ല. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ തലച്ചോറ് ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചു എന്നാണ്. കാരണം ഇത്രയും അധികം ടെക്നോളജിയിലേക്ക് ലോകം മാറാൻ കാരണക്കാരനായ ആ ഒരു വ്യക്തിയുടെ തലച്ചോറിന് എത്രത്തോളം ബുദ്ധിയുണ്ടെന്ന് നോക്കാൻ അല്ലേ. ഇപ്പൊ IT യുഗത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ തുടക്കം കുറിച്ച ഒരു മനുഷ്യന്റെ തലച്ചോറിനെ സംബന്ധിച്ച് ശാസ്ത്രജ്ഞർ പഠിച്ചു നോക്കിയപ്പോൾ തലച്ചോറിന്റെ ചില ഭാഗത്ത് കുറച്ച് തന്മാത്രകളുണ്ട്, അതാണ് ഇത്രയും അധികം ബുദ്ധിക്ക് കാരണമാകുന്നത് എന്ന് ശാസ്ത്രലോകം പഠിപ്പിക്കുമ്പോൾ ആ തലച്ചോറിനെയും ആ മനുഷ്യനെയും ആ മനുഷ്യന്റെ അവയവങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന, അതിന് വേണ്ട ആരോഗ്യം നൽകുന്ന, അതിന് വേണ്ട പോഷകാഹാരങ്ങൾ നൽകുന്ന, അതിന് വേണ്ട ഭക്ഷണങ്ങൾ നൽകുന്ന, അതിന് വേണ്ട രോഗങ്ങളും അതിന് വേണ്ട റെസ്റ്റുകളും വിശ്രമങ്ങളും നൽകുന്ന ഉടമസ്ഥനായ അല്ലാഹ് അവൻ എത്രമാത്രം കഴിവുള്ളവനാണ്. നാം പറയുന്നത് ഈ ഭൂമി ലോകത്തിലെ, ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിജാലങ്ങളിൽ കോടിക്കണക്കിന് വരുന്ന സൃഷ്ടികളിൽ ഒരു സൃഷ്ടി മനുഷ്യൻ. ആ മനുഷ്യന്റെ നൂറുകണക്കിന് വരുന്ന അവയവങ്ങളിൽ ഒരവയവം, അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അള്ളാഹനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ അംഗീകരിക്കാൻ പ്രയാസം. അള്ളാഹനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹ്ക്ക് പുറമെ വേറെ ഔലിയാക്കൾ വേണമെന്ന് പറയുന്നത്. അള്ളാഹനെ അറിയേണ്ടതുപോലെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹിനെ പുറമെ നമുക്കും അള്ളാഹ്ക്കും ഇടയിൽ വേറെ മഹാന്മാർ വേണമെന്ന് പറയുന്നത്. അള്ളാഹിനെ മനസ്സിലാകാത്തോണ്ട് ഒരു ഗുണമേ പറഞ്ഞിട്ടുള്ളൂ, ഈ ഒരൊറ്റ വാക്ക്. ഏതെങ്കിലും ഒരായത്ത്, ഈ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരായത്ത്, ഒന്നുകിൽ അല്ലദീ അഹ്സന കുല്ല ശൈഇൻ ഖലഖഹു വബദഅ ഖൽഖൽ ഇൻസാനി മിൻ തീൻ ഒരായത്ത്, അല്ലെങ്കിൽ സൂറത്തു തീനിൽ അല്ലാഹു തആല പറഞ്ഞത്, അതേപോലെ തന്നെ സൂറത്തു മുൽക്കിൽ അല്ലാഹു തആല പറഞ്ഞത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. അല്ലെങ്കിൽ സൂറത്തു തീനിൽ പറഞ്ഞു ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അല്ലെങ്കിൽ സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു ഏതെങ്കിലും ഒരു ആയത്ത് എടുത്ത് അതിനെ പഠിച്ച് റിസർച്ച് നടത്തി ഈ ആയത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ തഫ്സീറുകളും നോക്കി പഠിച്ച തീരൂല ജീവിതകാലം മുഴുവൻ. അത്രയ്ക്കും വിശാലമാണ് ഉടമസ്ഥനായ അല്ലാഹുവിന്റെ കഴിവ് എന്നാണ് നാം പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും പടച്ചോനാവണമെങ്കിൽ, ആരെങ്കിലും ദൈവമാവണമെങ്കിൽ, ആരെങ്കിലും ഇലാഹാകണമെങ്കിൽ അയാളുടെ ഒന്നാമത്തെ യോഗ്യത അയാളായിരിക്കണം ഈ ഭൂമി ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ. അതാണ് നാം പറഞ്ഞു വരുന്നത്. അത്
അള്ളാഹു മാത്രമേ ഉള്ളൂ. ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഒരാൾക്കും അതിനുള്ള കഴിവില്ല. ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാനുള്ള കഴിവ് അവർക്ക് അള്ളാഹു കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ഗുണം എന്താണ്? ഉടമസ്ഥനായ അള്ളാഹു തആല സൃഷ്ടികളെ സംബന്ധിച്ച് പറയുമ്പോൾ വേറെയും കുറെ സൃഷ്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. കാരണം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ഇറക്കിയിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്. സൂറത്തുൽ ഗാശിയയിൽ അള്ളാഹു തആല പറയുന്നുണ്ട്, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. ആയത്ത് വിശദീകരിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യാ? എല്ലാവരുടെ കയ്യിൽ ഫോൺ ഉണ്ടല്ലോ. ഒട്ടകം എന്ന് മലയാളത്തിൽ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇബ്ലി എന്ന് അറബിയിൽ അടിച്ചു കൊടുക്കുക, അറബി അറിയുമെങ്കിൽ, അല്ലെങ്കിൽ ക്യാമൽ എന്ന് ഇംഗ്ലീഷിൽ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന്റെ എൻസൈക്ലോപീഡിയയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കുക. ഒട്ടകം എന്ന് പറയുന്ന ഒരു ജീവി, ആ ജീവിയുടെ പ്രത്യേകതകൾ നിങ്ങൾക്കൊന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് പഠിച്ചു നോക്കുക. അപ്പൊ മനസ്സിലാകും അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് എന്ന് അല്ലാഹു തആല പറഞ്ഞ ആ ആയത്തിന്റെ പൊരുള്. മരുഭൂമിയിൽ ജീവിക്കുന്ന, മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന, അറബി ഭാഷയിൽ 100ഓളം പേരുകളുള്ള ഒരു ജീവി. ആ ജീവിയെ കുറിച്ചിട്ട് അല്ലാഹു പറയുന്നത് അഫലാ യൻദുറൂന, അവർ നോക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, ഇലൽ ഇബ്ലി, ഒട്ടകത്തിലേക്ക്, കൈഫ ഖുലിഖത്, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അല്ലാഹു ചോദിക്കാൻ. എന്തിനാണെന്നറിയോ? അള്ളാന്റെ കഴിവ് നമുക്ക് കാണിച്ചു തരാൻ, എന്നിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കാൻ, അള്ളാഹിനെ മാത്രം ജീവിതത്തിൽ ഇടപെടിപ്പിക്കാൻ. ഒന്ന് പഠിച്ചോക്ക്. ഒട്ടകത്തിന്റെ തൊലിയും ഒട്ടകത്തിന്റെ രോമങ്ങളും ഒട്ടകത്തിന്റെ കുളമ്പും ഒട്ടകത്തിന്റെ ആമാശയവും ഒട്ടകത്തിന്റെ പുറത്ത് കാണുന്ന പൂഞ്ഞയും ഓരോന്നിനെ കുറിച്ചുമുണ്ട് പഠനങ്ങൾ. ഓരോന്നിനെ കുറിച്ചുമുണ്ട് പഠനങ്ങൾ. തീർന്നിട്ടില്ല. വീണ്ടും അല്ലാഹു ചോദിക്കാൻ, ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ്? പില്ലറുകളില്ലാതെ, ഒരു താങ്ങി നിർത്താൻ ഒരു തൂണില്ലാതെ, ഇത്രയും മേച്ചിൽ പോലെ, മേൽക്കൂര പോലെ അതിങ്ങനെ നിൽക്കുന്നത്, ഇതെങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് മനുഷ്യനൊന്നും ആലോചിക്കുന്നില്ലേ? ഇതൊക്കെ വെറുതെ ഖുത്ബ പറയാനും പ്രസംഗിക്കാനുള്ളതല്ല. മനുഷ്യന് അവന്റെ സൃഷ്ടാവിലേക്ക് എത്താൻ, അവന്റെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിലേക്ക് എത്താൻ, ആരാണ് പടച്ചോനെന്ന് പറയാൻ, ആരാണ് പടച്ചോനെന്ന് മനസ്സിലാകാൻ, പടച്ചോനെ അല്ലാഹു അല്ലാത്ത വ്യക്തികളിലേക്ക് പടച്ചോൻ എന്ന പട്ടം ചാർത്തിയിട്ട് അല്ലാഹു അല്ലാത്ത മനുഷ്യരെ, അല്ലാഹു അല്ലാത്ത വ്യക്തികളെ അല്ലാഹുവിന് തുല്യമായിട്ട് കാണുന്ന ആളുകളോട് നിങ്ങൾ ഈ കൊടുക്കുന്ന ആദരവ്, നിങ്ങൾ ഈ കൊടുക്കുന്ന അർഹത, ഈ പറയുന്ന ഗുണങ്ങൾ അവർക്കുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. ഓരോന്നെടുത്തിട്ട് അല്ലാഹു തആല പറയാ, സൃഷ്ടിപ്പ് അവൻ ഖാലിഖായിരിക്കണം. നാം ആരുടെയെങ്കിലും മുന്നിൽ തല ഉലിക്കുന്നുണ്ടെങ്കിൽ അവൻ ഖാലിഖായിരിക്കണം. നാം ആരോടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവൻ ഖാലിഖായിരിക്കണം. നാം ആരോടെങ്കിലും സങ്കടം പറയുന്നുണ്ടെങ്കിൽ അവൻ ഖാലിഖായിരിക്കണം. നാം ആരോടെങ്കിലും ആപലാതി പറയുന്നുണ്ടെങ്കിൽ അവൻ ഖാലിഖായിരിക്കണം. അഥവാ അവൻ സൃഷ്ടിക്കുന്നവനായിരിക്കണം. മനുഷ്യനെ സൃഷ്ടിക്കുന്നവനായിരിക്കണം, മൃഗങ്ങളെ സൃഷ്ടിക്കുന്നവനായിരിക്കണം, മറ്റു ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നവനായിരിക്കണം, സസ്യങ്ങളെയും മരങ്ങളെയും വൃക്ഷങ്ങളെയും ചെടികളെയും പുല്ലുകളെയും മുളപ്പിക്കുന്നവനായിരിക്കണം. എങ്കിൽ അവനോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതാരാ? അത് അന്വേഷിക്കാനാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങൾ കുറെ ശാസ്ത്രത്തിലേക്കും കുറെ മറ്റു വേദങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു മതക്കാരുടെ ഗ്രന്ഥങ്ങളിലേക്കോ ഒന്നും പോണ്ട. പരിശുദ്ധ ഖുർആൻ അത് പഠിച്ചാൽ മതി. വീണ്ടും അല്ലാഹു തആല ചോദിക്കുന്നു, വഇലൽ ജിബാലി കൈഫ നുസിബത്. പർവ്വതങ്ങൾ, മലകൾ നമ്മൾ കണ്ടത് അതൊന്നുമല്ല. പർവ്വതങ്ങൾ, ജിബാലുകൾ, വലിയ വലിയ കൊടുമുടികളുണ്ട്, വലിയ വലിയ പർവ്വതങ്ങൾ. ഭൂമിയുടെ സന്തുലിതാവസ്ഥയെ അതിന്റെ നിലയിൽ നിർത്താൻ വേണ്ടി സഹായിക്കുന്ന രീതിയിൽ പർവ്വതങ്ങളെ, മലകളെ, ജിബാലുകളെ അല്ലാഹു തആല ആണികളാക്കി ഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട് എന്ന്. കല്ലുകളും മലകളും അതങ്ങോട്ട് ഇറങ്ങിയാൽ നമ്മൾ കണ്ടല്ലോ അല്ലെ? കർണാടകയിലെ ലോറി മുങ്ങി നമ്മൾ കണ്ടില്ലേ? ടൺ കണക്കിന് വരുന്ന ആ ലോറിയെ റോഡിൽ നിന്നും ആ കല്ലുകളും മണ്ണുകളും ഒന്നടങ്കം ആ കടലിന്റെ, ആ പുഴയുടെ ഒറ്റ നടുവിലേക്ക് അത്രയും മീറ്ററുകൾ താഴെ താഴ്ത്തണമെങ്കിൽ എത്ര ബലത്തിലായിരിക്കും അത് വന്നിട്ടുണ്ടാകുക? അത്രയും ശക്തമായ ഒഴുക്കിൽ ഇത്രയും ദിവസങ്ങളായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ,
അള്ളാഹ് ചോദിക്കാൻ വഇലൽ ജിബാലി കൈഫ നുസിബത്, ഈ പർവ്വതങ്ങളെ ഇതെങ്ങനെയാണ് ഇതിനെ അവിടെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയിട്ടുണ്ടോ? ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കാണാറില്ലേ വലിയ പാറകൾ, പാറക്കല്ലുകൾ ഇങ്ങനെ മലന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുക. നമുക്ക് തോന്നും അത് ഇപ്പം വീഴും. അള്ളാഹ് ചോദിക്കുന്നു, നിങ്ങൾ അതാരെങ്കിലും എടുത്തു വെച്ചതാണോ? സ്വമേധയാ വളർന്നു വന്നത്, അല്ലാഹു തആല വളർത്തിയത്. അള്ളാഹ് ചോദിക്കുന്നു, പാറകളെയും പർവ്വതങ്ങളെയും മലകളെയും ഇവകളെ എങ്ങനെയാണ് ഭൂമിയിൽ നാം നാട്ടി നിർത്തിയിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അള്ളാഹുവിനെ അറിയാൻ, പടച്ചവനെ അറിയാൻ, ആരാണ് പടച്ചവനെന്ന് മനസ്സിലാക്കാൻ. കുറെ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും വട്ടക്കെട്ട് കെട്ടി ഷിയാ മൗലവിമാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ അത് ശരിയല്ലേ എന്ന് തോന്നിപ്പോകാതിരിക്കാൻ. ഈ പറയുന്നവനും നല്ല പടച്ചവൻ, പിന്നെ ആരാണ് പടച്ചവൻ? ഇങ്ങനെ സൃഷ്ടിക്കാൻ കഴിവുള്ളവനാണ് പടച്ചവൻ, അവനെ മാത്രമേ അപ്പൊ നമുക്ക് അഭിമാനിക്കാം. ഞാൻ ആരാധിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്, ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇത്രമാത്രം സഹിക്കുന്നത്, ഞാൻ ആരോടാണോ എൻ്റെ ആവലാതി പറയുന്നത്, ഞാൻ ആരോടാണോ എൻ്റെ സങ്കടങ്ങൾ പറയുന്നത്, ഞാൻ ആരുടെ മുന്നിലാണോ സുജൂദ് ചെയ്യുന്നത്, അവൻ അല്ലാഹു ആണ്. അവനാണ് ഈ ഭൂമി ലോകത്തെ ഏറ്റവും വലിയ കഴിവുള്ളവൻ. അവനെപ്പോലെ ഈ ഭൂമി ലോകത്ത് വേറെ ആരുമില്ല. അഭിമാനം തീർന്നിട്ടില്ല. എന്നിട്ട് അടുത്ത അല്ലാഹു തആല ചോദിക്കാൻ, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി, മനുഷ്യൻ തന്റെ ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ടില്ലേ? എന്നാലോചിച്ച് നോക്കിയേ, എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ തിന്നുന്നുണ്ട്, എന്തെല്ലാം സാധനങ്ങൾ നമ്മൾ തിന്നുന്നുണ്ട്. അന്ന സ്വബബിനൽ മാഅ സ്വബ്ബ, അതിനെ നാം മുളപ്പിച്ചില്ലേ, മഴ വർഷിപ്പിച്ചുകൊണ്ട് മഴയിലൂടെ അതിനെ നാം മുളപ്പിക്കുകയും ചെയ്യുന്നു. സുമ്മ ശഖഖനൽ അർള ശഖ, മഴ പെയ്തിട്ട് അത് ഭൂമിയിൽ നിന്നും പിളർന്ന് പുറത്തേക്ക് വരികയാണ്. വലിയ കുഴി കുഴിച്ചിട്ട് ഒരു മാങ്ങയുടെ അണ്ടി നമ്മൾ കുഴിച്ചിടുന്നു, ആഴ്ചകൾക്കകം അത് പുറത്തേക്ക്, അതിന്റെ തിരി പുറത്തേക്ക് ഇങ്ങനെ വരികയാണ്. ആരെങ്കിലും നോക്കിയോ എങ്ങനെയാ വരുന്നത് എന്ന്? അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ തിന്നുന്ന മത്സ്യങ്ങൾ, നിങ്ങൾ തിന്നുന്ന പോത്തുകൾ, നിങ്ങൾ തിന്നുന്ന ആടുകൾ, നിങ്ങൾ തിന്നുന്ന മാംസങ്ങൾ, നിങ്ങൾ തിന്നുന്ന മത്സ്യങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, ഇനെന്താ നമ്മൾ കാണാത്തതും ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള ഒരു വലിയൊരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുക, ആ കാണുന്ന ഫ്രൂട്ട്സ് മുഴുവൻ നമ്മൾ തിന്നതാണോ? അല്ലാത്തതുമുണ്ട്, നമ്മൾ തിന്നാത്തതുമുണ്ട്. നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ഫ്രൂട്ട്സ് കടയിൽ, പച്ചക്കറി കടയിൽ പോയി നോക്കുക, നമ്മൾ ഇതുവരെ തിന്നാത്ത ഏതെങ്കിലും ഒരു ഇല ഈ കച്ചവടത്തിലുണ്ടോ എന്ന്? ഉണ്ട്. അല്ലാഹ് ചോദിക്കുന്നു, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി, അവൻ തിന്നുന്ന ഭക്ഷണത്തിലേക്ക് അവനൊന്ന് നോക്കിയിട്ടില്ലേ? എത്രമാത്രം മത്സ്യങ്ങളെയാണ് നമ്മൾ തിന്നുന്നത്, എത്രമാത്രം മത്സ്യങ്ങളാണ് മത്സ്യ മാർക്കറ്റിലേക്ക് ദിവസവും വരുന്നത്. എന്നിട്ട് എപ്പോഴെങ്കിലും കടലിൽ മത്സ്യമില്ല എന്ന് എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? എത്രമാത്രം ആടുമാടുകളെയാണ് നമ്മൾ ഉദിയത്തായിട്ടും അല്ലാതെയും അറുത്തുകൊണ്ടിരിക്കുന്നത്, ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വലിയ പെരുന്നാളിലും എത്രമാത്രം നൂറുകണക്കിന് ആടുകളെ നമ്മൾ അറുക്കുന്നില്ലേ? എന്നിട്ട് പിറ്റത്തെ വലിയ പെരുന്നാളാകുമ്പോഴേക്കും ആടുകളെ കിട്ടാനില്ല, പോത്തുകളെ കിട്ടാനില്ല, അവർക്ക് വംശനാശം സംഭവിച്ചു എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓരോ വർഷവും ഹജ്ജിന് പോകുന്ന ഹാജിമാർ 25 ലക്ഷം 30 ലക്ഷം ഹാജിമാർ, ഒരാൾ ചിലപ്പോൾ 10 വീതം, ചിലപ്പോൾ 50 വീതം ഒട്ടകങ്ങളെയും ആടുകളെയും അറുത്തുകൊണ്ടിരിക്കുന്നു, ബലിയറുക്കുന്നു. ഏതെങ്കിലും ഹജ്ജിന് ഒട്ടകത്തെ കിട്ടാനില്ല, ആടിനെ കിട്ടാനില്ല എന്ന് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെ, അല്ലാഹു പറയാൻ, ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി, അവൻ തിന്നുന്ന ഭക്ഷണത്തിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തിനാ? അതുണ്ടാക്കിയ സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ. നാം പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, ഉടമസ്ഥനായ അല്ലാഹുവിന് പുറമെ, അല്ലാഹു അല്ലാതെ മറ്റു മനുഷ്യരെയും മറ്റുള്ള വസ്തുക്കളെയും ഒക്കെ അല്ലാഹ്ക്ക് തുല്യരാക്കിക്കൊണ്ട് ഒരു സമൂഹം കടന്നു വരുന്നുണ്ട്. ചില മരിച്ചുപോയ മഹാന്മാരെ അല്ലെങ്കിൽ ചില മരിച്ചുപോയ മനുഷ്യരെ പടച്ചോനാക്കിക്കൊണ്ട്, അല്ലാഹുവിന് തുല്യരാക്കിക്കൊണ്ട് ഒരു സമൂഹം പുതിയൊരു മതവുമായിട്ട് രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. നമ്മൾ വഞ്ചിതരായി കൂടാ, നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൂടാ. ഈ പറയപ്പെടുന്ന പടച്ചോൻ, ഈ പറയപ്പെടുന്ന സൃഷ്ടാവ്, അവൻ ആരാണ്? ആ സൃഷ്ടാവിനുണ്ടാകേണ്ട ഒന്നാമത്തെ യോഗ്യത അവൻ ഖാലിഖായിരിക്കുക എന്നതാണ്, അവൻ സൃഷ്ടിക്കാൻ കഴിവുള്ളവനായിരിക്കുക എന്നതാണ്. അതിന്റെ ചെറിയൊരു ഉദാഹരണങ്ങളാണ് നാം ഈ പറഞ്ഞത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഫയാ അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി സാനിയൻ വഇയ്യായ ബിതഖ്വല്ലാഹ്. അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികൾ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും രണ്ടാമതും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ ഭൂമിയിലെ ജീവിതം നശ്വരമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം ഓരോരുത്തരും മരിച്ചു പിരിയേണ്ടവരാണ്. അല്ലാഹു തആല പറഞ്ഞു, സുമ്മ ഇലാ റബ്ബിക്കും തുർജഊൻ. ആ മരിച്ചിട്ട് പോകുന്നത് അള്ളാഹുവിലേക്കാണ്. അവിടെ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തെ ലക്ഷ്യം വെച്ച് ആ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ. ഈ മുഅ്മിനീങ്ങളെ പിഴപ്പിക്കാൻ ശൈത്താൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിനോട് അനുവാദം വാങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരെ പിഴപ്പിക്കാൻ, നരകത്തിലേക്ക് എത്തിക്കാൻ ശൈത്താൻ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അന്നു മുതലേ നന്മ ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, നന്മ ചെയ്യുന്ന സാലിഹീങ്ങളെ അവരുടെ ഹൃദയങ്ങളിലേക്ക് ചെന്നിട്ട് വസ്വാസ് ഉണ്ടാക്കി ദുർബോധനം നടത്തി അവരെ ഛിന്ന ഭിന്നമാക്കാൻ, ശിഥിലമാക്കാൻ ശൈത്താന് അതിന് കഴിവ് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹു തആല പറഞ്ഞു, എൻ്റെ സ്വാലിഹീങ്ങളായ ആളുകളെ നിനക്ക് പിഴപ്പിക്കാൻ പറ്റൂല. ആ പിഴപ്പിക്കുന്ന കൂട്ടത്തിലാണ് ശൈത്താൻ മനുഷ്യരെ പിഴപ്പിക്കാൻ ഒന്നാമതായി കണ്ടെത്തിയ മാർഗം അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനോടൊപ്പം മറ്റു ശക്തികളെ, വ്യക്തികളെ പങ്കാളികളാക്കുക എന്നത്. അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം അത് മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം അള്ളാഹിനോടൊപ്പം വേറൊരാളെ പങ്കാളിയാക്കുക എന്നുള്ളതാണ്. മഴ പെയ്യിപ്പിക്കുന്നത് അള്ളാഹ് മാത്രമാണ്. മഴ പെയ്യിപ്പിക്കാൻ അള്ളാഹിന്റെ കൂടെ വേറൊരാളുണ്ട് എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. ഒരാളെ സൃഷ്ടിക്കുന്നത് അള്ളാഹുവാണ്. സൃഷ്ടിക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോടൊപ്പം സൃഷ്ടിക്കുന്ന വേറൊരാളുണ്ട് എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല. അത് ചെയ്യിപ്പിക്കാനാണ് ശൈത്താൻ ആദ്യം മനക്കെട്ടത്. നൂഹ് നബിയുടെ കാലം മുതൽ മരിച്ചു മൺമറഞ്ഞു പോയ വദ്, സുആ, യഊഖ്, യഊസ് പോലുള്ള മഹാന്മാരുടെ ഖബറുകളെ വെച്ചുകൊണ്ട് ശൈത്താൻ മനുഷ്യർക്കിടയിലേക്ക് ചെന്ന് ആ ഖബറുകളിലേക്ക് ആശ്രയം കണ്ടെത്തുന്ന രീതിയിൽ ശൈത്താൻ മനുഷ്യരെ പിഴപ്പിച്ചു തുടങ്ങി. അത് ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം ഏതോ മരിച്ചു മൺമറഞ്ഞു പോയ ഒരു ഖബറിലുള്ള മനുഷ്യൻ അയാളാണ് പടച്ചോൻ എന്ന് പറയുന്നിടത്ത് വരെ ശൈത്താൻ എത്താൻ സാധിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. അവിടത്തേക്ക് വരെ ശൈത്താൻ എത്താൻ സാധിച്ചു. ശൈത്താൻ ഇങ്ങനെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശൈത്താന്റെ വലയിൽ കുടുങ്ങാതെ തൗഹീദ് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. തൗഹീദിൽ പിഴവ് പറ്റിപ്പോയാൽ ബാക്കിയെല്ലാം പൊളിയും. അല്ലാഹു തആല പറഞ്ഞെന്താണ്? അല്ലാഹു തആല പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞെന്താണ്? ശിർക്ക് ചെയ്യുന്നവരെ കുറിച്ച് ലയഹ്ബതന്ന അമലു. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിന് പങ്കാളികളെ നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു, കംപ്ലീറ്റ് പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പം അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെയും പങ്കാളികളാക്കി ശിർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ, ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളത് ശൈത്താന്റെ ജോലിയാണ്. ശൈത്താൻ അതിൽ വൻ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിർക്ക് ചെയ്ത് ബിദ്അത്ത് ചെയ്ത് മുഴുവൻ സാധാരണക്കാരായ ജനങ്ങളെ പിഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ഷിയാക്കളുടെ ഉസ്താദുമാരും. അത് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചുകൂടാ. ചിലപ്പോൾ ശൈത്താനെങ്ങാനും നമ്മളെയും അതിൽ വലയിലേക്ക് വീഴ്ത്തിയാൽ ചിലപ്പോൾ നമ്മളും ശിർക്കിൽ അകപ്പെട്ടു പോകും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ടാണ് നാം പറഞ്ഞു വരുന്നത്, ഇതുപോലുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഗുണങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. വരും ആഴ്ചകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അള്ളാഹിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ നന്നായിട്ട് അറിയുക,
അവൻ ആരാണ്, അവൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ്, എന്തിനാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെയൊക്കെ അവൻ സംവിധാനിച്ചത്. അള്ളാഹുവിനെ കുറിച്ച് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ കിതാബു തൗഹീദിൽ പറഞ്ഞതുപോലെ 3 കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു മുസ്ലിം അറിഞ്ഞിരിക്കണം. അതിലൊന്ന് മഅരിഫത്തുൽ അബ്ദി റബ്ബ, ഒരു അടിമ തൻ്റെ റബ്ബിനെ അറിയലാണ്. 2 മഅരിഫത്തുൽ അബ്ദി ദീന, ഒരു അടിമ തൻ്റെ ദീനിനെ മതത്തെ അറിയലാണ്. 3 മഅരിഫത്തുൽ അബ്ദി നബിയ, മൂന്നാമത്തത് തൻ്റെ നബിയെ തൻ്റെ പ്രവാചകനെ അറിയലാണ്. ഈ 3 കാര്യം നിർബന്ധമായിട്ടും ഒരു മുസ്ലിം അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ മുസ്ലിം അല്ല. അതിലൊന്നാണ് റബ്ബിനെ അറിയുക എന്നത്. അല്ലാഹ് മനസ്സിലാക്കിയാൽ പിന്നെ എവിടേക്കും നമ്മൾ പോവില്ല, എവിടെയും നമ്മൾ വ്യതിചലിക്കൂല. എത്ര വലിയ വാങ്ങ് കേട്ടാലും നമ്മൾ പതറൂല. എനിക്ക് എൻ്റെ അല്ലാഹ് മതി എന്ന തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തൗഹീദിൽ അടിയുറച്ചുകൊണ്ട്, തൗഹീദിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നാം ഉണ്ടാക്കിയെടുക്കുക. അള്ളാഹു അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. തൗഹീദിൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളിലേക്ക് അള്ളാഹു നമ്മളെ അടുപ്പിക്കട്ടെ. ഷിർക്കിൻ്റെയും ബിദ്അത്തിൻ്റെയും ആളുകളിൽ നിന്നും അള്ളാഹു നമ്മെ വിദൂരത്തിലാക്കട്ടെ. നാളെ മരിക്കുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടെ, പൂർണ്ണ മുവഹിദായിക്കൊണ്ട് മരിക്കുന്ന ആ മുവഹിദീങ്ങളുടെ, മുഖലിസീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ അള്ളാഹിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ച ആ ചെറു സംഘങ്ങളുടെ കൂട്ടത്തിൽ നമ്മെയും അല്ലാഹു തആല പരലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم.